ഹൈ ഡിയേഴ്സ്, രജിതയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് കാണിച്ചിട്ട് ആദ്യത്തെ വീഡിയോ ആണല്ലോ. ഇതിനു മുന്നേ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരുപാട് പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ബെറ്റർ ആയിക്കൊള്ളണം എന്നില്ല, എങ്കിലും മാക്സിമം നന്നാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗ്യാസ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. നമുക്ക് വീട്ടമ്മമാർക്ക് പണ്ടത്തെ പോലെയല്ല അല്ലേ, നമുക്ക് ഗ്യാസൊന്നും ഇല്ലാത്ത ആ ഒരു സിറ്റുവേഷൻ, ഗ്യാസ് കറണ്ട് അതൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ മുൻപോട്ട് പോകാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് ഗ്യാസ് കഴിഞ്ഞു. രാവിലെ എഴുന്നേൽക്കാനും വൈകിപ്പോയി. അപ്പോൾ ആകെ മൊത്തം തിരക്ക് പിടിച്ചിട്ടാണ്. പിന്നെ എങ്ങനെയൊക്കെ ഗോതമ്പ് ദോശയൊക്കെ തട്ടിക്കൂട്ടി മക്കളെ പറഞ്ഞയച്ചു. റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കണം. ഇനിയാണ് പണി തുടങ്ങാൻ പോകുന്നത്. ചോറൊക്കെ അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും തുടയ്ക്കണം, അടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. വീട് മൊത്തം അലങ്കോലമാണ്. സാധാരണഗതിയിൽ അങ്ങനെയല്ല ഞാൻ രാവിലത്തെ ചെയ്യാറ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ അടിക്കൽ, തുടക്കൽ, അലക്കൽ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക്, കുളിയും കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറുന്ന ആളാണ്. കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫുഡ് കൂടിയും കഴിക്കാറുള്ളത്. പക്ഷേ ഇന്ന് അതിന് എൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമായില്ല. അപ്പോൾ ഞാനൊന്ന് റിലാക്സ്ഡ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഒന്ന് വീഡിയോ എടുത്താണ്. ഒരു 2 വാക്ക് നിങ്ങളോട് സംസാരിച്ചതാണ്. അതിലൊരുപാട് പോരായ്മകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് തിരുത്താൻ വേണ്ടി, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. രാവിലെ ഗോതമ്പ് ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ ഒരു പായസ ചലഞ്ച് നടത്തിയപ്പോഴേ അവിടെ നിന്നൊരു പായസം വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു കുഞ്ഞു ഗ്ലാസ്സിൽ ഇത്തിരി പായസം എടുത്തിട്ട് ഉണ്ട്. അതൊന്ന് കഴിക്കണം. പണികൾക്കിടയിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, ബാക്കി പായസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ എന്താ പായസം ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ മധുരം വല്ലാതെ ഇഷ്ടമല്ല, പക്ഷേ ഈ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം ഓവറായിട്ടുള്ള മധുരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പായസം ടേസ്റ്റ് ചെയ്യണേ. ഞാൻ അടിച്ചു വാരി തുടങ്ങുകയാണ്. ഇപ്പം നല്ല പണിയാണ് അടിച്ചു വാരി തുടങ്ങുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മക്കളെ മകം മൊത്തം നിരത്തിയിട്ടിട്ടുണ്ട്. ഇന്നലത്തെ രാത്രിത്തെയും ഇപ്പോൾ ഇന്ന് രാവിലത്തെയും ഒക്കെ പാടെ ഒന്നിച്ചാണ്. മറ്റേത് രാവിലെ അങ്ങോട്ട് ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ അധികം ഒന്നും ക്ലീൻ ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാവില്ല. അവർ പോയ ജസ്റ്റ് മേശയും ഒക്കെ ഒന്ന് സെറ്റാക്കി ഇടേണ്ട ആവശ്യമുള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. രാവിലെ ഒന്നും ചെയ്യാത്ത കാരണം ഇന്ന് നല്ല പണിയാണ്. കണ്ടോ, മേശയുടെ അടിയിൽ കൂടെയൊക്കെ നിറച്ച് പേപ്പറുകളാണ് കിടക്കുന്നത്. അതൊക്കെ അടിച്ചു വാരി എടുക്കണം. വൈകിട്ട് 4 മണി വരെ വീട് നല്ല ക്ലീനായിട്ടിരിക്കും. മക്കൾ വന്നു കഴിഞ്ഞാൽ വരയ്ക്കൽ, കുത്തൽ, പെയിൻ്റ് അടിക്കൽ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് പഠിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ നിറയെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. നല്ല പണിയാണ്. അപ്പോൾ അതിനിടയിൽ കൂടെ ഗ്യാസും കൂടെ കഴിഞ്ഞപ്പോൾ പറയും വേണ്ടല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ഗ്യാസ് കിട്ടണമെങ്കിൽ തിങ്കളാഴ്ച ആവണം. ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആയിട്ടല്ലേ ഉള്ളൂ. 3-4 ദിവസം നല്ല അങ്കാണ്. എന്തായാലും ചെയ്തില്ലേ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു തിരക്കിലാണ്. ഓക്കെ, ഒരു വിധത്തിൽ അടിച്ചു വാരി ഇനിയിപ്പോൾ ഇതാ തുടയ്ക്കണം. തുടച്ചുകൊണ്ടിരിക്കണം. എനിക്ക് 10 മണിക്ക് ശേഷമൊക്കെ തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിസ്റ്റർബുള്ള കാര്യമാണ്. ഞാൻ രാവിലെ തന്നെ ഒന്ന് ഫ്രഷായിട്ട് ചെയ്യുമ്പോഴാണ് അതാണ് ഒരു സുഖമായിട്ടുള്ള കാര്യം. ഇപ്പോൾ മക്കൾ പോയി കഴിഞ്ഞാൽ അടിച്ചു വാരി തുടയ്ക്കുക ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. രാവിലെ തന്നെ എല്ലാം ഫ്രഷായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ മക്കൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന്
ആ ഒരു മേശയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനേ ഉണ്ടാവുള്ളൂ, അല്ലാതെ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പിന്നെന്താണ്, ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളെന്ന് പറയാനുള്ളത്. അങ്ങനെ ഒരു വിധത്തിൽ പണിയൊക്കെ ഒതുക്കി വെച്ചു കേട്ടോ. ഇപ്പോൾ സമാധാനമായി. ഇനിയിപ്പം ചോറായിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ മീൻ ഇരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ വന്നപ്പം. അപ്പോൾ അത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനിയിപ്പോൾ അത് വൈകിട്ട് ഉണ്ടാക്കുള്ളൂ. ഞാൻ മീൻ കഴിക്കില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ വരുമ്പോഴേക്കും മക്കളൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടാക്കിയാൽ മതി. പിന്നെ അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും ഇന്നലത്തെ കറിയൊക്കെ ബാലൻസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെന്താണ്, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ടാറ്റാ ബൈ ബൈ, സി യു, വീണ്ടും കാണാം. ഓക്കേ.